നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 5/1/2025 ഞായറാഴ്ച 2025 ആദ്യത്തെ ഷഷ്ടി എന്ന് പറയുമ്പോൾ തന്നെ സുബ്രഹ്മണ്യ സ്വാമി നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരും. ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന, ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് ഷഷ്ടി ദിവസം. പോരാത്തതിന് ശുക്ലപക്ഷം, ധനുമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞായറാഴ്ചയുമാണ്, അവധി ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ഈ ഷഷ്ടി തിഥി ആഘോഷിക്കാം. അപ്പം എല്ലാവരും ഷഷ്ടി തിഥി പൂർണ്ണമായി ആഘോഷിക്കുന്നതിനെ മനസ്സറിഞ്ഞ് ഒരു നേരം മാത്രം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നെയ്ച്ചോറോ അല്ലെങ്കിൽ ഷഷ്ടി വ്രതം എടുക്കുന്നവർ വീട്ടിൽ തന്നെ അതിനായിട്ട് കുറച്ച് ഉണക്കൽ വറ്റിച്ച് അല്ലെങ്കിൽ പച്ചരി വറ്റിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഷഷ്ടി വ്രതം എന്ന് പറയുന്നത് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. സന്താനങ്ങൾ നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, നല്ല ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ, രോഗം കൊണ്ട് വലയുന്നവരുണ്ടെങ്കിൽ ആ കുട്ടികളുടെ രോഗാവസ്ഥ എന്ന് മാറിക്കിട്ടണം, അലസത, ക്ഷീണം, ശനിദോഷം, വയറുവേദന, അസ്വാസ്ഥ്യം ഇതെല്ലാം മാറണമെങ്കിൽ ചില ത്വക്ക് രോഗങ്ങൾ, ചില മാറാരോഗങ്ങൾ, ഇവയ്ക്കെല്ലാത്തിനും ഒരേ ഒരു പരിഹാരമാണ് അമ്മമാർക്ക് അല്ലെങ്കിൽ അച്ഛന്മാർക്ക് ചെയ്യാവുന്ന വ്രതമാണ് ഷഷ്ടി വ്രതം. പാർവതീദേവി തൻ്റെ മകന് വേണ്ടി 108 ഷഷ്ടിയാണ് വ്രതമെടുത്തത്. ഒരു വർഷത്തിൽ നമുക്കറിയാം ശുക്ലപക്ഷം ഷഷ്ടി ഒരെണ്ണേ വരും. അപ്പം 12 ഷഷ്ടി ആണ് ഒരു വർഷമുള്ളൂ. അങ്ങനെ 9 വർഷം പാർവതീദേവി, ഈ ശക്തി സ്വരൂപിണി, ഈ പ്രപഞ്ചത്തെ നയിക്കുന്ന പ്രകൃതിയാണ്. ആ അമ്മ സ്വന്തം പുത്രന് വേണ്ടിയിട്ട് 12 വർഷം മുടങ്ങാതെ ഷഷ്ടിവ്രതം എടുത്തു. അതുപോലെ അമ്മ ഇതൊക്കെ നമ്മൾക്ക് കാണിച്ചു തരുന്നതാണ്. കാരണം അവർ ചെയ്തിട്ടാണ് മറ്റുള്ളവരോട് കൂടി ഇതാ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്നത്. അമ്മ എടുത്ത ഷഷ്ടിയുടെ ഫലം കൊണ്ടാണ് നാഗരൂപം കൊണ്ടിരുന്ന ശൂരപത്നി വഹിക്കുന്ന നാഗരൂപം കൊണ്ടിരുന്ന ഭഗവാൻ തുലാമാസത്തിലെ ഷഷ്ടി നാളിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പം ഉണ്ടെന്നറിഞ്ഞ ആ അമ്മയ്ക്ക് അന്നുണ്ടായ സന്തോഷം കൊണ്ടാണ് സ്കന്ദഷഷ്ടിയായിട്ട് അന്ന് ആഘോഷിക്കുന്നത്. ഇപ്പം തുലാം കഴിഞ്ഞു, വൃശ്ചികവും കഴിഞ്ഞു. വൃശ്ചിക മാസത്തിലെ കുമാരഷഷ്ടിയായിട്ട് നമ്മൾ ആഘോഷിച്ചു. ഇപ്പോൾ വിനായകർ ഷഷ്ടി എന്നൊരു പേര് പറയും. മാർഗഴി മാസത്തിലെ ഷഷ്ടി ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ മുരുകനെ തന്നെ അവർ വിനായകരായിട്ട് സങ്കല്പിക്കും. അപ്പോൾ അതുകൊണ്ട് വിനായക ഷഷ്ടി എന്ന് പേര് പറയും. എന്തായാലും ഏട്ടനും അനിയനുമാണ്, സഹോദരങ്ങളാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിക്കും. വിനായകർ എന്ന് പറഞ്ഞാൽ ഗണപതി ഭഗവാനാണ്. അപ്പം ഗണപതി ഭഗവാനെ സുബ്രഹ്മണ്യ സ്വാമിയെ ഒരുപോലെ പ്രാർത്ഥിക്കുന്ന, ഞായറാഴ്ചയോട് ശിവഭഗവാന്റെ അനുഗ്രഹം കൂടെ കിട്ടുന്ന ആ പ്രാർത്ഥനകൾ നമുക്ക് കൃത്യമായി ചെയ്തുകൊണ്ട് 2025 ഷഷ്ടി വ്രതം ഏറ്റവും നന്നായിട്ട് ആഘോഷിക്കാം. അപ്പം അതിന് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിയുന്ന നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം മുരുക 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 എന്ന്. മുരുകൻ എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണ്. അതിൽ മുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ രുദ്രനാണ്. രുദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മഹാദേവനാണ്, ശിവഭഗവാനാണ്. പിന്നെ കമലജൻ എന്ന് വേണമെങ്കിൽ, ബ്രഹ്മാവിനെ വേണമെങ്കിൽ പറയാം. ചിലർ പറയും സ്കന്ദൻ എന്നാണെന്ന് പറയും. എന്തായാലും മുരുകൻ്റെ പേര് നമുക്ക് സ്കന്ദൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മുരുകൻ തന്നെയാണെന്നറിയാം. എന്തായാലും ത്രിമൂർത്തികളെ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ, ത്രിമൂർത്തികളുടെയും അനുഗ്രഹം കൊണ്ടാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ ജനനമെങ്കിൽ നമുക്ക് മുരുക 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 എന്ന് പറയുമ്പോൾ മുകുന്ദനും രുദ്രനും കമലജനും ആയിട്ട് കൂട്ടാം. അപ്പം തീർച്ചയായിട്ടും ആ മുരുക 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 എന്നുള്ള ജപം, അതുപോലെ തന്നെ മന്ത്രമായിട്ട് ജപിക്കുകയാണെങ്കിൽ ഓം ശരവണഭവ, ശരവണ പൊയ്യയിൽ ജനിച്ചതായതുകൊണ്ട് ഓം ശരവണഭവ എന്ന് വേണമെങ്കിൽ പറയാം. ഓം സ്കന്ധായ നമ, സ്കന്ധൻ 6 പേര് ചേർന്ന് ഒറ്റയായതുകൊണ്ട് സ്കന്ധൻ, അപ്പം 6 പേര് ചേർന്നുണ്ട് ഓം സ്കന്ധായ നമ എന്ന് പറയാം. ഓം വജദ്ഭുവേ നമ, നാവിൽ വിളങ്ങുന്ന എല്ലാ അനുഗ്രഹം വരുന്ന ഓം വജദ്ഭുവേ നമ എന്ന് പറയാം. ഓം ദണ്ഡവാണിയെ നമ, ഒരായുധം കൈപ്പിടിച്ചിട്ടുണ്ട്, വേല ആയുധമാക്കിയതുകൊണ്ട് വേലായുധനാണ്, ദണ്ഡ് പിടിച്ചിരിക്കുന്ന ദണ്ഡവാണിയാണ്. അപ്പോൾ ഭഗവാനെ എന്തെല്ലാം പേരുകളിലാണോ
വിളിക്കും. ഷൺമുഖൻ, 6 മുഖമുള്ളതുകൊണ്ട് ഷൺമുഖനായിട്ട് വിളിക്കും. വേലായുധമായിട്ടുള്ളതുകൊണ്ട് വേലായുധനായിട്ട് വിളിക്കും. മുരുകനായിട്ട് വിളിക്കും. അപ്പം നമ്മൾക്ക് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട പേര് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. രാവിലെ മുതൽ എന്ത് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ നാവിൽ മന്ത്രമായിട്ട് വേണ്ട മുരുക 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോരോ പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ആ പ്രാർത്ഥനകൾക്കെല്ലാം ഫലം കിട്ടും. കുട്ടികളെല്ലാം നല്ല വഴിക്ക് വരും. ഒരു രാജ്യത്തിൻ്റെ സമ്പത്താണ് ആ നാട്ടിലെ കുട്ടികൾ. അപ്പോൾ കുട്ടികൾ നന്നാവുമ്പോൾ ആ വീട് മാത്രമല്ല, ആ രാഷ്ട്രം മുഴുവൻ നന്നാവണം. ഒരു വീട്ടിലെ കുട്ടികൾ നന്നാവുമ്പോൾ ആ വീട് നന്നാവും. ഇതുപോലെ എല്ലാ വീടുകളും നന്നാവുമ്പോൾ ആ ഒരു സമൂഹം നന്നാവും. സമൂഹം നന്നാവുമ്പോൾ ഒരു രാജ്യവും നന്നാവും. അപ്പം തീർച്ചയായിട്ടും കുട്ടികളിൽ എല്ലാ നന്മകളും വരുത്തുവാൻ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഏറ്റവും പ്രാർത്ഥനകൾക്ക് സ്ഥാനമുണ്ട്. ഏറ്റവും നല്ലപോലെ ഷഷ്ടിവ്രതം എടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം. അച്ഛൻ്റെയും അമ്മയുടെയും പാപപുണ്യത്തിൻ്റെ ഫലമാണ് സന്തതികളെങ്കിൽ കുട്ടികളിൽ എന്ത് ദോഷമുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദി മറ്റാരുമല്ല, നമ്മുടെ കുട്ടികളെ നമ്മൾ തന്നെ പഠിക്കാതെ അവർക്കെല്ലാ സൗഭാഗ്യങ്ങളും നേടിക്കൊടുക്കുവാൻ അമ്മമാർ ആത്മാർത്ഥമായി ശ്രമിച്ചാൽ, ഇനി രക്ഷിതാക്കളെ ഉള്ളൂ, ഇനി അമ്മ തന്നെ വേണമെന്നില്ല, പക്ഷെ അമ്മമാർക്ക് കുറച്ചും കൂടി സമയം കിട്ടുമെന്ന് വിശ്വസിച്ചിട്ടാണ് പറഞ്ഞത്. രക്ഷിതാക്കൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുട്ടികളിലെ എല്ലാ ദോഷങ്ങളും മാറി ഷഷ്ടിവ്രതം എടുക്കുമ്പോൾ, ഷഷ്ടി നാളിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ കീർത്തനങ്ങൾ, ഭഗവാന് ഏറ്റവും ഇഷ്ടമാണ് കീർത്തനങ്ങൾ. കീർത്തനങ്ങൾ ആലപിക്കുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് എനർജി വരും. ഒരു 0 വാട്ട് ബൾബിൻ്റെ എനർജിയേ ഉള്ളൂ കീർത്തനങ്ങൾക്ക്. പക്ഷേ 0 വാട്ട് ബൾബ് ഒരു കുറ്റാക്കുറ്റിലിട്ടത്ത് ഒരു 0 വാട്ട് ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചത്തിന് പോലും പ്രാധാന്യമുണ്ടെങ്കിൽ ഒരു 0 ബൾബ് കത്തിച്ചാലും നമുക്ക് പ്രകാശം കിട്ടുമല്ലോ. അതുകൊണ്ട് കീർത്തനങ്ങൾ ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടാണ്. സുബ്രഹ്മണ്യം സുബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം ഹരഹര ശിവ ശിവ സുബ്രഹ്മണ്യം 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 ഹരഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹരഹര സുബ്രഹ്മണ്യം 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 ഷൺമുഖനാഥ സുബ്രഹ്മണ്യം. ആ കീർത്തനം വേണമെങ്കിൽ ചെല്ലാം. അല്ലെങ്കിലോ നമുക്ക് ഒത്തിരി പ്രാവശ്യം ചൊല്ലിയിട്ടുള്ളതാണ്. 4 അപ്പത്തിന് നെയ്യ് ഏറിയാൽ ദോഷമൊന്നുമില്ലല്ലോ, മധുരം കൂടുകയേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും കൂടി 2025 ഒന്നുകൂടി ചെല്ലുകയാണ്. കാർത്തികേയ കുമാരനെ പഹിമാ മൂർത്തി മുക്കണ്ണ സൂനുവേ പാഹിമാ കീർത്തിയോടെ ഹരിപ്പാട്ടു വഴുന്ന ശക്തിവേലായുധേശ്വര പാഹിമാം. അപ്പം ഭഗവാനെ പറ്റിയിട്ട് ഇത് ഹരിപ്പാട്ടുള്ള മണ്ണാറശാലയ്ക്കടുത്തുള്ള ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ സ്വാമിയെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ്, കീർത്തനമാണ്. ഇതുപോലെ പഴനി വേലായുധനെ കുറിച്ച് ഒരുപാട് കീർത്തനങ്ങളുണ്ട്. അപ്പം കീർത്തനങ്ങൾ എപ്പോഴും കീർത്തിക്കാനുള്ളതാണ്. ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ച ആ അനുഗ്രഹങ്ങളെ വാഴ്ത്തി പറയാനുള്ളതാണ്. ശരിക്കും സ്കന്ദഷഷ്ടി കവചമുണ്ട്. അതൊരു 1 മണിക്കൂർ കേട്ടാൽ തന്നെ നമുക്ക് എന്തൊരാശ്വാസമാണ്. നമ്മുടെ ചിത്രാദേവി കേസ് ചിത്ര നന്നായിട്ട് പാടിയിട്ടുണ്ട്. അതുപോലെ കുറേ നല്ല നല്ല രീതിയിൽ കേൾക്കുന്നത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. പഴനി ഇപ്പോൾ തന്നെ എനിക്ക് പോകാനൊരവസരം കിട്ടി. മാസത്തിലെന്ന വണ്ണം മൂകാംബിയിൽ പോകുന്ന പോലെ തന്നെ പഴനിയിൽ പോകാനും സൗകര്യം കിട്ടുന്നു. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്. ഭഗവാനെ കാണാൻ പോകാൻ നാളെ പോവുകയാണ്. അപ്പം അതിനുള്ളൊരു സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. ഒരവസരം കിട്ടുമ്പോൾ ഭഗവാന്റെ അടുത്ത് എത്തുക, ആ ദിവ്യരൂപം ഒന്ന് കാണുമ്പോൾ എല്ലാ ദുഃഖങ്ങളും, രോഗം കൊണ്ടിങ്ങനെ വല്ലാത്ത അവസ്ഥയിൽ എന്നെ രക്ഷിച്ച ഭഗവാന്, അത് എല്ലാ ദൈവങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പം ഞാൻ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് പഴനിയിലേക്ക് പോവാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർക്കാർക്കെങ്കിലുമൊക്കെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ആവശ്യമാണെങ്കിൽ എനിക്ക് അതിൻ്റെ താഴെ ടീച്ചറമ്മേ ഞങ്ങളെ കൂടി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും. എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞാൻ എന്നും സുബ്രഹ്മണ്യ സ്വാമിക്ക് പ്രാർത്ഥന ചെയ്യുന്നതാണ്. ഇവിടെ പാവക്കുളത്ത് ഇവിടെ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. ഇവിടെ പാട്ടുപുരയ്ക്കുള്ള ഒരു ദേവിയുണ്ട്. അതുപോലെ തന്നെ ACSൻ്റെ അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ ഞാൻ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ നാട് വൈക്കത്ത് ഉദയനാവർത്തപ്പൻ എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയുള്ള സുബ്രഹ്മണ്യ സ്വാമിയാണ്. വള്ളി
സമേതനാണ്. അപ്പം മുരുകനെ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഞാൻ തിരുച്ചെന്തൂർ പോയിട്ടുണ്ട്. ഈ വിശേഷം, അതായത് ഈ ഷഷ്ടിക്ക് തിരുച്ചെന്തൂർ വളരെ പ്രധാനമാണ്. എല്ലാ ഷഷ്ടിക്കും എല്ലാ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലും വളരെ വിശേഷമാണ്. ആദ്യമായി ഒരു ഭാഗവത സപ്താഹത്തിൽ 2 വാക്ക് ഒരു പ്രഭാഷണം, ഒരു എളിയ പ്രഭാഷണം നടത്താൻ എനിക്ക് അവസരം തന്നത് അരൂരുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. ആ ഭഗവാന്റെ അനുഗ്രഹം എനിക്ക് അത്ര അവശതയിലായിരുന്നു ഞാനന്ന് അവിടെ പോയത്. പക്ഷേ ആ ഭഗവാനെ ചെന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു 2 മണിക്കൂർ നിർത്താതെ പ്രസംഗിച്ചു അല്ലെങ്കിൽ പ്രഭാഷണം നടത്തി എന്നുള്ളത് എനിക്ക് അറിയാം. കാരണം അതിൻ്റെ 5 മണിക്കാണ് പ്രഭാഷണമെങ്കിൽ 3 മണി വരെ എൻ്റെ വൺ സൈഡ് ഇങ്ങനെ തളർന്നതുപോലെ, സെക്കൻഡ് ബൈ സെക്കൻഡ് ഒരു സൈഡ് മുഴുവൻ പാരലൈസ്ഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ഞാൻ പേടിച്ചാണ് പോയത്. ആദ്യമായി ഏറ്റെടുത്തതാണ് ഭഗവാന്റെ മുമ്പിൽ ഒരു പ്രഭാഷണം നടത്തുന്ന, ഒരു ഭാഗവത സപ്താഹത്തിൽ ഒരു പ്രഭാഷണത്തിന് ഒരു അവസരം കിട്ടിയതാണ് ഒരു പൗർണമി. ഞാൻ സത്യത്തിൽ വളരെ പേടിച്ചാണ് പോയത്. പക്ഷേ ഭഗവാന്റെ ആ ദിവ്യ രൂപം കണ്ടപ്പോൾ, ആ കുമാരസ്വാമി ക്ഷേത്രത്തിലെ ആ ഭഗവാന്റെ ദിവ്യ രൂപം എൻ്റെ അസുഖമെല്ലാം മാറ്റി നന്നായി പ്രഭാഷണം ചെയ്തു വന്ന് പിറ്റേ ദിവസമാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതും അഡ്മിറ്റായി 4 ദിവസം അവിടെ ഇന്ന് എല്ലാ ചികിത്സകളും ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ അനുഭവമാണ് പങ്കുവച്ചത്. ഭഗവാൻ എത്ര കരുണാമയനാണ്, പാവപ്പെട്ടവരുടെ ദൈവം എന്നാണ് പഴനി ആണ്ടവനെ കുറിച്ച് പറയുന്നത്. എനിക്ക് ഒരുപാട് കാര്യം പഴനി ആണ്ടവനെ കുറിച്ച് പറയാനുണ്ട്. എന്തായാലും ഞാൻ പഴനിയിൽ പോകുന്നത് തന്നെ എൻ്റെ കവടിയൊക്കെ ഒന്ന് പൂജിച്ച് അവിടെ ഇന്ന് കുറച്ച് സമയം ഇരുന്ന് രാശിയൊക്കെ നോക്കി സന്തോഷമായി പ്രാർത്ഥിച്ചു വരാനാണ്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നവർ കഴിയുമെങ്കിൽ 6 പ്രദക്ഷിണം വയ്ക്കണം. ഭഗവാന്റെ 6 ഭാവങ്ങളെ ഒന്നിച്ച് ചേർത്ത് അപ്പോൾ 6 പ്രദക്ഷിണം വെച്ച് ഹരഹരോ ഹരഹര എന്ന് ജപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ ഫലമാണ്. ഇനി വരാൻ പോകുന്ന മകരത്തിലെ തൈപ്പൂയാണ്, ഭയങ്കര വിശേഷമാണ്. അപ്പം ഈ ധനുമാസത്തിലെ ഷഷ്ടി വളരെ പ്രാധാന്യത്തോടുകൂടി എല്ലാവരും ആഘോഷിക്കും. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രാർത്ഥന കൂടുതൽ ചെയ്യും. ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്ധ്യേ. അപ്പോൾ ഭഗവാന്റെ ആ 4 വരി, ഓം വജദ്ഭുവേ നമ, ഓം ശരവണഭവേ നമ, ഓം മുരുകായ നമ, ഓം സ്കന്ധായ നമ, ഓം ഷൺമുഖായ നമ. അങ്ങനെ എത്ര നാമങ്ങൾ വേണമെങ്കിലും എത്ര മന്ത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാം. ജ്യോതിശാസ്ത്രത്തിൻ്റെ പരമ്പൊരുളാണ്, എല്ലാത്തിൻ്റെയും സേവാമൂർത്തിയാണ്, സേനാനായകനാണ്, എല്ലാമുള്ള ശരിക്കും തമിഴ്നാട്ടുകാരുടെ ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും, കാരണം ഭഗവാനെന്ന് വിളിച്ചാൽ അത്ര സമ്പന്നത വരും. എത്ര തന്നെ സമ്പന്നത തരുന്നതോടൊപ്പം തന്നെ നമുക്കൊരു കവചം, ഒരു പുത്രവാത്സല്യ, ഭഗവാനെ നമുക്ക് ഭഗവാനായിട്ടുള്ള ഒരു മകൻ നമ്മളെ രക്ഷിക്കുന്നത് പോലെയാണ്. നമ്മുടെ ഒരു കൂടപ്പിറപ്പൻ, നമ്മുടെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൊച്ചുമകൻ. ഓരോരുത്തർക്കും ഭഗവാൻ ഏത് രൂപത്തിൽ വേണമെങ്കിലും കാണാം. പുലർച്ചെ 6 മണിക്കുള്ള ആ ആണ്ടി രൂപം, ആ കുഞ്ഞ് നവപാഷാണ ശിലയിലുള്ള ആ ആണ്ടി രൂപം ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും അതിൽക്കവിഞ്ഞ് പുണ്യം മറ്റൊന്നുമില്ല. പിന്നീട് അലങ്കാരമാണ്. ഞങ്ങൾ സാധാരണ എപ്പോഴും പോകുമ്പോൾ പുലർച്ചെ 6 മണിയുടെ അലങ്കാര രൂപം കാണാനാണ് പലപ്പോഴും അതിന് സാധിച്ചിട്ടുണ്ട്. പിന്നെ അലങ്കാര രൂപമൊക്കെ ഈ നവപാഷാണ രൂപം, ആ ആണ്ടി രൂപം തൊഴുതിന് ശേഷം പിന്നെ അലങ്കാര പൂജയൊക്കെ തൊഴുത് വൈകിട്ട് തേരൊക്കെ കണ്ടിട്ടാണ് പോരുക. എല്ലാത്തിനും ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹം തരാറുണ്ട്. അവിടെ മുനിമാരുടെ ഒരു സങ്കേതം, ഒരു ഗുഹ പോലെയുണ്ട്. അവിടെ ഇരുന്ന് കുറേ സമയം അവിടെ നിന്ന് പുറത്തിറങ്ങി, അകത്ത് നന്നായി പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങി ധാരാളം താഴെ കുടത്തിൽ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടാറുണ്ട്, സൗകര്യം കിട്ടാറുണ്ട്. മുന്നിൽ ഗണപതി ഭഗവാന്റെ അവിടെ ഇരുന്നും ധാരാളം പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പഴനിയിൽ പോകുമ്പോൾ താഴെയുള്ള ഗണപതി ഭഗവാനെ തൊഴുത് താഴത്തെ ആദ്യം ചെന്ന് ഭഗവാൻ ഇരുന്ന് ആവണംകുടിയിൽ കൂടി പ്രാർത്ഥിച്ചിട്ട് പഴനിയിൽ പോകണം. എല്ലാവരും ഈ ഷഷ്ടിവ്രതം നന്നായി എടുക്കണം. ഷഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് ഭഗവാനിലേക്ക് എത്തിപ്പോയി. അപ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഈ ധനുമാസത്തിലെ ഈ ശുക്ലപക്ഷ ഷഷ്ടിയിൽ 5-ാം തീയതി ഞായറാഴ്ച ഷഷ്ടിവ്രതമെടുത്ത് എല്ലാവരും സദ്ഗതി ഉണ്ടാവട്ടെ. സന്താനങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.